Okay, good morning students. Basic numerical methods. Next topic, arithmetic progression, continuation of arithmetic progression. Arithmetic progression last class sum of n terms of a progression, sum of n terms of a progression അത് വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് അതുപോലെ ചെയ്യാനുണ്ട്. നെക്സ്റ്റ് നമ്മൾ എടുത്തത് അരിത്മെറ്റിക് മെയിനിലെ ചില നമ്പേഴ്സ് ഇൻസെർട്ട് ചെയ്തുകൊണ്ടുള്ള ടെക്നിക്സ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. അതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് 3 നമ്പേഴ്സ് ഇൻ എ പി ഹൂസ് സം ഈസ് 9 ആൻഡ് ദ പ്രൊഡക്റ്റ് ഈസ് -165. നിങ്ങൾക്ക് ഒരു 3 നമ്പർ, ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ 3 നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ആ 3 നമ്പേഴ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഈസ് 9, ദെൻ the product is -165. Find 3 numbers. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതാം, ദെൻ അത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ദെൻ ഫസ്റ്റ് വൺ ഈസ് ഫൈൻഡ് 3 numbers. Find 3 numbers. Find 3 numbers in AP whose sum is 9 and the product is -165. Find 3 numbers. അപ്പോൾ ഈ 3 നമ്പേഴ്സ് ഏതാണെന്ന് അറിയണം. ഈ 3 നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ ഫൈൻഡ് 3 നമ്പേഴ്സ് ഇൻ എ പി whose sum is 9 and the product is -165. അപ്പോൾ ഈ 3 നമ്പേഴ്സ് ഏതാണെന്ന് നോക്കാനായിട്ട് ദെൻ ഫസ്റ്റ് മിഡിൽ നമ്പർ ഈസ് എ എന്ന് കൊടുക്കണം. ദെൻ നെക്സ്റ്റ് നമ്പർ ഈസ് എ പ്ലസ് ഡി, ദെൻ പ്രീവിയസ് നമ്പർ ഈസ് എ മൈനസ് ഡി. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ 3 നമ്പേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുക. ഫസ്റ്റ് എ മൈനസ് ഡി, എ പ്ലസ് ഡി, ഇതാണ് 3 നമ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഹൂസ് സം ഈസ് 9 എന്ന് പറയുകയാണെങ്കിൽ a minus d plus a plus d is equal to 9. Therefore minus d plus d cancel ചെയ്തു പോകും. 3a is equal to 9. a is equal to 9/3 is equal to 3. അപ്പോൾ ഫസ്റ്റ് നമ്പർ എ എന്ന് പറഞ്ഞാൽ അറിയാം. ഇനി ഡി ആണ് നമുക്കറിയാത്തത്. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡി ഈസ് ദ കോമൺ ഡിഫറൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ പിന്നെ നമുക്കിതിൽ അറിയാവുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് എന്ന് പറയുന്നത് ഈ 3 നമ്പേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഈസ് -165. Therefore a minus d into a plus d is equal to -165. a minus d ഇൻറ്റു എ പ്ലസ് ഡി എന്ന് പറയുന്നിടത്ത് ദെൻ ഇവിടെ നമുക്ക് ആദ്യം ഇങ്ങനെ എഴുതാം. എയുടെ വാല്യൂ 3 മൈനസ് ഡി ഇൻറ്റു 3 പ്ലസ് ഡി ഈസ് ഈക്വൽ ടു -165. ദറ്റ് ഈസ് 3 സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഇങ്ങനെ എഴുതാനുള്ള കാരണം 3 മൈനസ് ഡി ഇൻറ്റു 3 പ്ലസ് ഡി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ എക്സ്പാൻഡ് ചെയ്ത ഫോമാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ളത്. ദെർഫോർ 3 മൈനസ് ഡി ഇൻറ്റു 3 പ്ലസ് ഡി എന്ന് പറയുന്നത് 3 സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഇൻറ്റു 3 എന്ന് പറയുന്നത് that is equal to -165 divided by 3. Then 3 square 9 minus d square is equal to 165 divided by 3 5 55 minus 55. Then minus d square is equal to -55 minus 9 minus d square is equal to -64. d is equal to
64, root of 64. Minus minus cancel ചെയ്തു പോയി. D square is equal to minus 64. D square is equal to minus 64. D is equal to root of 64. D is equal to 64. Therefore, answer is plus or minus 8. D is equal to plus or minus 8. Then, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ common difference find ചെയ്തു. Same time, first term is A. Therefore, find the three numbers. Then substitute A is equal to 3 and D is equal to plus 8 or minus 8. ഈ നമ്പേഴ്സ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം ആൻഡ് തേർഡ് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഫസ്റ്റ് ടേം എ മൈനസ് ഡി, എ പ്ലസ് ഡി. ദെൻ ഫസ്റ്റ് ടേം 3 plus 8. Then 3 or 3 minus 8, 3 plus 8. 3 minus 8 is equal to minus 5. 3 plus 8 is equal to 11. Find the three numbers minus 5, 3, 11. Or D is equal to minus 8 ആണെന്നുണ്ട് വെച്ചാൽ ആൻസർ ഈസ് 11, 3 and minus 5. ഇങ്ങനെ അത് മാറ്റാനായിട്ട് സാധിക്കും. ദെൻ 3 വേരിയബിൾസ്, 3 നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. Find 3 numbers in AP whose sum is 9 and the product is minus 165. Okay. Then next problem, last problem, missing the figures നമ്മൾ കണ്ടുപിടിച്ചു. The next question is find 3 numbers in AP whose sum is 27 and the product is 648. ഈ പ്രോബ്ലം നമുക്ക് ഇനി ചെയ്യാൻ നോക്കാം. സെയിം ഇതുപോലെ തന്നെ find 3 numbers in AP whose sum is 27 and the product is 648. അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രതീക്ഷിക്കാം. ദെൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. 3 നമ്പേഴ്സ് എന്ന് പറയുന്നത് അഗെയിൻ എ മൈനസ് ഡി, എ പ്ലസ് എ പ്ലസ് ഡി. സം ഈസ് 27 എന്ന് പറയുമ്പോൾ എ മൈനസ് ഡി പ്ലസ് എ പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 27. ദെൻ 27 മൈനസ് ഡി പ്ലസ് ഡി ക്യാൻസൽ ചെയ്തു. 3a ഈസ് ഈക്വൽ ടു 27. a ഈസ് ഈക്വൽ ടു 27 ഡിവൈഡഡ് ബൈ 3. Then a is equal to 9. 9 into 3 is equal to 27. a is equal to 9. Then next one is product is 648 എന്ന് പറയുമ്പോൾ a minus d into a plus d is equal to 648. That is a square minus d square into a is equal to 648. A square is equal to 9 square minus d square into 9 is equal to 648. Then 9 square minus d square is equal to 648 divided by 9. 648 divided by 9. Answer is 63. 7 into 9, 63, 8, 72. 9 square is equal to 81. 81 minus d square is equal to 72. Minus d square is equal to 72 minus 81. 72 minus 81 is equal to minus d square is equal to 72 minus 9. Minus d is equal to d square is equal to 9. d is equal to root of 9, that is plus or minus 3. ഇവിടെ a is equal to
A is equal to 3, A is equal to 9, D is equal to plus or minus 3. Then first നമ്മൾ ആ നമ്പേഴ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A is equal to 9 എന്ന് പറയുന്നതും D is equal to plus 3 ആണെങ്കിൽ find the numbers A minus D. A minus D എന്ന് പറയുമ്പോൾ A minus D, A plus D ഇങ്ങനെയാണല്ലോ. അപ്പോൾ A എന്ന് പറയുന്ന ആൻസർ കിട്ടി 9. ഇവിടെ 9 minus 3, ഇവിടെ 9 plus 3, 9 minus 6, 9, 12, etc. Or D is equal to minus 3 ആണെങ്കിൽ 12, 9, 6, etc. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കണം. മാത്രമല്ല ഇത് വളരെ ഈസിയാണ്. മിക്കവാറും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഫൈൻഡ് 3 നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് ചെയ്യാനുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്തു നോക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇതേപോലെ തന്നെ അനദർ പ്രോബ്ലം. അനദർ പ്രോബ്ലം. ഫൈൻഡ് 4 നമ്പേഴ്സ്. നമുക്ക് ഇതുവരെ പറഞ്ഞിരുന്നത് 3 നമ്പേഴ്സ് ആണെങ്കിൽ A പ്ലസ് ഡി, പ്രീവിയസ് നമ്പർ A മൈനസ് ഡി എന്ന് ഉപയോഗിക്കുന്ന പോലെ ഇനി നമ്മളോട് പറയുന്നത് ഫൈൻഡ് 4 നമ്പേഴ്സ് ഇൻ AP. തന്നിരിക്കുന്ന അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ 4 നമ്പേഴ്സും ഫൈൻഡ് 4 നമ്പേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് 4 numbers in AP whose sum is 50 and the greatest number is 4. And the greatest number is 4. Greatest number is 4 times the least. 4 times the least. അതായത് ഇവിടെ പറയുന്നത് ഫൈൻഡ് 4 നമ്പേഴ്സ് ഇൻ AP. APയിലെ 4 നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന 4 നമ്പേഴ്സ്. ഫൈൻഡ് 4 നമ്പേഴ്സ് ഇൻ AP ഹൂസ് സം ഈസ് 50. ആ 4 നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 50 ആണ്. ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ് 4 ടൈംസ് ദ ലീസ്റ്റ്. ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണോ അത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള നമ്പറിൻ്റെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആ 4 നമ്പേഴ്സ് എന്ന് പറയുന്നത്? അപ്പോൾ 3 നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് A പ്ലസ് ഡി, A മൈനസ് ഡി ഉപയോഗിച്ച പോലെ ഇവിടെ A മൈനസ് ഡി, A പ്ലസ് ഡി, A പ്ലസ് 3D, ബിഫോർ നമ്പർ A മൈനസ് 3D. ഇവിടെ 3 നമ്പേഴ്സ് കണ്ടുപിടിക്കുന്ന പോലെ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് A മൈനസ് 3D, ദെൻ A മൈനസ് ഡി, A പ്ലസ് ഡി, A പ്ലസ് 3D. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? 4 നമ്പേഴ്സിൻ്റെ കേസിൽ 4 നമ്പേഴ്സ് മിസ്സിംഗ് ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്: A മൈനസ് 3D, A മൈനസ് ഡി, A പ്ലസ് ഡി, A പ്ലസ് 3D. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഫൈൻഡ് 4 നമ്പേഴ്സ് ഇൻ AP ഹൂ സം ഈസ് 50. സമ്മ് 50 ആണെന്ന് പറയണു. അങ്ങനെയാണെങ്കിൽ A മൈനസ് 3D പ്ലസ് A മൈനസ് ഡി പ്ലസ് A പ്ലസ് ഡി പ്ലസ് A പ്ലസ് 3D. നോക്കാം,
ഇവിടെ -3d എന്നുള്ളതും +3d എന്ന് പറയുന്നതും ക്യാൻസൽ ചെയ്ത് പോവാണ്. -dയും +dയും ക്യാൻസൽ ചെയ്ത് പോവാണ്. ദെൻ a + a + a + a 4a ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സം എത്രയാണെന്ന് പറഞ്ഞാൽ 50. 4a ഈസ് ഈക്വൽ ടു 50. Therefore a is equal to 50 divided by 4, that is 25 divided by 2. 25 divided by 2 ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ. പിന്നെ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ് 4 times the least number. അതായത് 4 times ഇരട്ടിയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം 4 into a minus 3d is equal to a plus 3d. a plus 3d നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഏതാ? ലീസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് a minus 3d. ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാ? a plus 3d. അതാണ് അവിടെ പറയുന്നത്. ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് a plus 3d ആണ്. ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ് 4 times the least. 4 ഇരട്ടിയാണ് എന്ന് പറയുമ്പോൾ 4 into a minus 3d is equal to a plus 3d. 4 into a minus 12d is equal to a plus 3d. Then 4a minus a minus 12d minus 3d എന്ന് പറയുമ്പോൾ 4a minus a is equal to 3a minus 12d minus 3d is equal to minus 15d. 3a എന്ന് പറയുന്നത് add value a is equal to 25/2. ഇവിടെ 3 into 25/2 is equal to 15d എന്ന് നമുക്ക് എഴുതാമല്ലോ. 15d എന്ന് നമുക്ക് 3 into 25 divided by 2 is equal to 15d എന്ന് എഴുതാം. d is equal to d എന്ന് പറയണത് then 3 into 25 divided by 2 into 1/15. അതായത് 15 എന്ന് പറയുന്നതിന് ഈക്വൽസിൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും 1/15 ആവും. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഡി. ഇനി നമുക്ക് 3 15 ക്യാൻസൽ ചെയ്യാം, 5 ആവും. ദെൻ 25 divided by 10 is equal to d. 25 divided by 10 is equal to 25 divided by 10 is equal to d, that is 5/2. d is equal to 5/2. d is equal to 5/2. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇത്തരത്തിലുള്ള ചില പ്രോബ്ലംസ് പ്രതീക്ഷിക്കാമെന്ന് മാത്രം. ദെൻ ഇങ്ങനെ 5/2 ആണ് ഡിയുടെ വാല്യൂ കിട്ടിയിരുന്നതെങ്കിൽ നമുക്കറിയേണ്ടത് a minus 3d, a minus d, a plus d, a plus 3d ആണ്. അപ്പോൾ നമുക്ക് d is equal to 5/d ആണെങ്കിൽ നമുക്ക് എഴുതാം d is a is equal to 25/2, d is equal to 5/2 അങ്ങനെ വരിക. Therefore ഫസ്റ്റ് നമ്പർ a minus 3d. ഇതൊന്ന് മാറ്റുന്നുണ്ട്. ഇവിടെ മനസ്സിലായല്ലോ അല്ലേ? ഞാനൊന്നുകൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫൈൻഡ് 4 നമ്പേഴ്സ് ഇൻ എ പി ഹൂസ് സം ഈസ് 50 ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ് 4 times the least. ഇങ്ങനെ 4 നമ്പേഴ്സ് മിസ്സിംഗ് ആയിട്ട് വരികയാണെങ്കിൽ ഏതാണ് ഈ 4 നമ്പേഴ്സ് എന്ന് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ അറിയാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? a minus 3d ഇൻറ്റു a minus d ഇൻറ്റു അല്ലെങ്കിൽ a minus 3d ഫസ്റ്റ് നമ്പർ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് a minus d, ദെൻ a plus d, ദെൻ a plus 3d. ഇതാണ് 4 നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ 4 നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 50ലേക്ക് എത്തുന്നു എന്ന് പറയുകയാണെങ്കിൽ a minus 3d plus a minus d plus a plus d plus a plus 3d is equal to 50. Therefore 3d ക്യാൻസൽ ചെയ്ത് പോയി. 4a is equal to 50. a is equal to 50 divided by 4, that is 25/2. ഇത് ക്ലിയർ ആണല്ലോ? a എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഇനി എയും ഡിയും അറിഞ്ഞാൽ മാത്രമേ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
എയും ഡിയും അറിയണം. ഈ എയും ഡിയും അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ദെൻ ഡി കണ്ടുപിടിക്കണം. ഡി കണ്ടുപിടിക്കണം എന്നുണ്ട് വെച്ചാൽ നമുക്കിതിൽ അറിയാവുന്നൊരു വേർഡ് എന്ന് പറയുന്നത് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ് 4 times ദ ലീസ്റ്റ്. ഏറ്റവും ചെറിയ നമ്പറിൻ്റെ 4 times മൾട്ടിപ്ലൈ ചെയ്തിട്ടൊരു ഫിഗർ ആയിരിക്കും അതിൻ്റെ ഹയ്യസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ലീസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് a-3d ഹയ്യസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് a+3d ആണ്. ദെൻ 4 into a-3d ഈസ് ഈക്വൽ ടു a+3d. Then for a minus 12d is equal to a+3d. For a minus 12d minus 3d, 3a minus 15d. 3a 3 into 25 by 2 is equal to 15d. d is equal to d ആണ് കിട്ടേണ്ടതെങ്കിൽ 25 by 2 then 1 by 15 എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോഴേക്കും അതിൻ്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് ഡിവിഷനായിട്ട് മാറും. ആൻസർ ഈസ് 5/2 കിട്ടിയിട്ടോ. ഇപ്പം നമുക്ക് എയും ഇത് മായ്ക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഏതൊക്കെ വാല്യൂസ് അറിയാം? എ അറിയാം, ഡി അറിയാം. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 25/2, ഡി ഈസ് ഈക്വൽ ടു 5/2. എ ഈസ് ഈക്വൽ ടു 25/2, ഡി ഈസ് ഈക്വൽ ടു 5/2. Therefore find the numbers. നമ്മളോട് പറയുന്നത് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. നമുക്കറിയാവുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് a-3d ഒരു നമ്പർ, a-d, then next one a+d, then next one is a+3d. ഇതാണ് നമുക്കറിയുന്ന നമ്പേഴ്സ്. ഇതിൽ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണം? എയുടെ വാല്യൂസും ഡിയുടെ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. Therefore എ എന്ന് പറയുന്നത് a-3d ആണ്. a-3dയിൽ a is equal to 25 divided by 2 minus 3 into 5/2. 25/2 minus 15/2, then 10/2. 25 minus 15, 10/2. Answer is 5. ഫസ്റ്റ് നമ്പർ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് 25/2 എന്ന് പറയുന്ന ആഡ് വാല്യൂ 25/2 മൈനസ് 3 into 5/2. 3 into 5/2, 3 into 5, 15. 15/2. 25/2 minus 15/2. Answer is 10/2. Therefore answer is 5. Then next number is a-d ആണ്. a എന്ന് പറയുന്നത് a is equal to 25/2 minus d എന്ന് പറയുന്നത് 5/2. Therefore 20/2 that is 10. നെക്സ്റ്റ് a+d എടുക്കാം. a+d എടുക്കുമ്പോൾ നെക്സ്റ്റ് നമ്പർ ഈസ് a+d എന്നുള്ളതിൽ എയുടെ വാല്യൂ a is equal to 25/2, d is equal to 5/2, that is equal to 30/2, that is 15. 30/2. Answer is 15. 5, 10, 15. The last number is a+3d. a+3d എന്ന് പറയുന്നത് a is equal to 25/2 plus 3 into d is equal to 5/2. 25/2 plus 15/2, 2 കോമൺ ആയിട്ട് എടുക്കാം, 40/2 that is 2. Find the 4 numbers. ഏതായിരിക്കും 4 numbers എന്ന് പറയുന്നത്? 5, 10, 15, 20. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. ഫസ്റ്റ് നമ്പർ ഈസ് 5, സെക്കൻഡ് നമ്പർ ഈസ് 10, നെക്സ്റ്റ് വൺ ഈസ് 15, ദെൻ ഫോർത്ത് വൺ ഈസ് 20. ഇതിന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് അല്ലേ നോക്കാം. ഈ തന്നിരിക്കുന്നത് ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. ഈ എല്ലാ നമ്പേഴ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 50 എന്ന് പറയുന്ന ആൻസർ കിട്ടും. 20 + 10 ദറ്റ് ഈസ് 30. 30 + 20 = 50. ആൻസർ ഈസ് 50. കറക്റ്റാണ്.
ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ് 4 ടൈംസ് ദ ലീസ്റ്റ്. ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ലീസ്റ്റ് നമ്പർ ഈസ് 5 ആണ്. 5 × 4 20 എന്ന് പറയുന്ന ഈ ഒരു ഇതുകൂടെ നമുക്ക് എന്താ പറയുക, ആ ക്ലാരിഫിക്കേഷൻ കൂടെ നമുക്ക് കൊണ്ടുവരികയാണ്. ദെൻ 5, 10, 15, 20 ഇതേപോലെ ആയിരിക്കും ഈ 4 നമ്പേഴ്സ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മിസ്സിംഗ് നമ്പേഴ്സിലെ 3 നമ്പേഴ്സ്, അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ 3 നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഫൈൻഡ് ദ 3 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് എ, നെക്സ്റ്റ് വൺ ഈസ് എ പ്ലസ് ഡി, പ്രീവിയസ് നമ്പർ ഈസ് എ മൈനസ് ഡി. ഈ 3 വേരിയബിൾസ് എടുത്തുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. അതല്ല 4 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എ മൈനസ് 3d, എ പ്ലസ് ഡി, എ മൈനസ് ഡി, എ പ്ലസ് ഡി ഇൻറ്റു ദെൻ നെക്സ്റ്റ് വൺ ഈസ് എ പ്ലസ് 3d. ഇതാണ് നമ്പറായിട്ട് എടുക്കേണ്ടത്. എങ്ങനെയാണ് എടുക്കേണ്ടത്? ദെൻ എ മൈനസ് 3d, എ മൈനസ് ഡി, എ പ്ലസ് ഡി, എ പ്ലസ് 3d എന്ന് പറയുന്ന നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അത് അങ്ങനെ വരുമ്പോൾ 4 നമ്പേഴ്സ്, മിസ്സിംഗ് നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇത്തരത്തിൽ തന്നെ വേറൊരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഫൈൻഡ് 4 നമ്പേഴ്സ് ഇൻ AP whose sum is 20 and the sum of whose squares is 120. അത് മാറ്റിയാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find 4 numbers in AP whose sum is 20, whose sum is 20 and the sum of whose squares is 120. അപ്പോൾ എന്താ? ഫൈൻഡ് 4 നമ്പേഴ്സ് ഇൻ AP, ഫൈൻഡ് 4 നമ്പേഴ്സ് ഇൻ AP whose sum is 20 and the sum of whose squares is 120. അതായത് 4 നമ്പറുകൾ അറിയാനുണ്ട്. ഫൈൻഡ് ദ 4 നമ്പേഴ്സ്. ഈ 4 നമ്പേഴ്സും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 ആയിരിക്കണം. അതേസമയം ഈ നമ്പേഴ്സിൻ്റെ സം ഓഫ് ഹൂസ് സ്ക്വയേഴ്സ്, ആ നമ്പറുകളുടെ സ്ക്വയർ കണ്ടിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ദ സം ഓഫ് ഹൂസ് സ്ക്വയേഴ്സ് ഈസ് 120. സം ഓഫ് ഹൂസ് സ്ക്വയേഴ്സ് ഈസ് 120. ഫൈൻഡ് ദ 4 നമ്പേഴ്സ്. ചെയ്ത് നോക്കാം നമുക്ക്. ദെൻ അതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം ഫസ്റ്റ് 4 നമ്പേഴ്സ് വരികയാണെങ്കിൽ എ മൈനസ് 3d ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ എ മൈനസ് ഡി, ക്ലിയർ ആണ്, എ മൈനസ് ഡി. ദെൻ നെക്സ്റ്റ് നമ്പർ ഈസ് എ പ്ലസ് ഡി, എ പ്ലസ് ഡി. ദെൻ നെക്സ്റ്റ് നമ്പർ ഈസ് എ പ്ലസ് 3d. ഇതാണ് നമുക്കറിയേണ്ട 4 നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ 4 നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 20 ആണ് എന്ന് പറയുമ്പോൾ എ മൈനസ് 3d പ്ലസ് എ മൈനസ് ഡി പ്ലസ് എ പ്ലസ് ഡി പ്ലസ് എ പ്ലസ് 3d ഈസ് ഈക്വൽ ടു 20. 3d ക്യാൻസൽ ചെയ്ത് പോയി, മൈനസ് ഡി പ്ലസ് ഡി ക്യാൻസൽ ചെയ്ത് പോയി. എ ദാറ്റ് ഈസ് 4 × a ഈസ് ഈക്വൽ ടു 20. ഇത്തിരി നിങ്ങൾക്കറിയാം, ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തതാണ്. എ ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 4. ആൻസർ ഈസ് 5. എ എന്ന് പറയുന്ന നമ്പർ നമുക്കറിയാം, എ ഈസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയേണ്ടത് ഡി കൂടെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഡി അറിയാനായിട്ട് എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്ലൂ? ദ സം ഓഫ് ഹൂസ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്, സം ഓഫ് ഹൂസ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എ മൈനസ് 3d സ്ക്വയർ പ്ലസ് എ മൈനസ് ഡി ഹോൾ സ്ക്വയർ പ്ലസ് എ പ്ലസ് ഡി ഹോൾ സ്ക്വയർ പ്ലസ്
എ പ്ലസ് 3d ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 120. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 120 കിട്ടിയിരിക്കണം. എ മൈനസ് 3d സ്ക്വയർ എന്നുള്ള തന്നെ ഇതെല്ലാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് കിടക്കണേ. ദെൻ അവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറില്ല, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഈ ഫോർമാറ്റിലായിരിക്കും. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ദെൻ കോമ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലോ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെയാണ് ഫോർമുല. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് ഇതിനെല്ലാത്തിനെയും എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ മൈനസ് 3d സ്ക്വയർ എ സ്ക്വയർ കണ്ടോ എ സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു 3 6. എയുടെ വാല്യൂ നമുക്കറിയാം അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതിനുശേഷം എക്സ്പാൻഡ് ചെയ്യാം. ദറ്റ് ഈസ് ഇങ്ങനെ വരും 9 ഇവിടെ 5 ആണ് എയുടെ വാല്യൂ. 5 മൈനസ് 3d ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് d ഹോൾ സ്ക്വയർ പ്ലസ് 5 പ്ലസ് d ഹോൾ സ്ക്വയർ പ്ലസ് 5 പ്ലസ് 3d ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 120. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 മൈനസ് 3d ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 5 സ്ക്വയർ, അപ്പോൾ 25 തന്നെ എഴുതാം 5 സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു 5 10 10 ഇൻറ്റു 3 30 2ab എന്ന് പറയുമ്പോൾ 30d പ്ലസ് d സ്ക്വയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് 5 പ്ലസ് 5 മൈനസ് d ഹോൾ സ്ക്വയർ 5 മൈനസ് d ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ 25 മൈനസ് 2ab 2 ഇൻറ്റു 5 10d പ്ലസ് d സ്ക്വയർ. ക്ലിയർ ആണല്ലോ. ദെൻ ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 പ്ലസ് d ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ 25 പ്ലസ് 10d പ്ലസ് d സ്ക്വയർ. ഇവിടെ പ്ലസ് 25 പ്ലസ് 30d, അതായത് 5 ഇൻറ്റു 2 10 10 ഇൻറ്റു 3 30 30d പ്ലസ് 3d സ്ക്വയർ എന്ന് പറയുമ്പോൾ 3d സ്ക്വയർ 9d സ്ക്വയർ 9d സ്ക്വയർ. ഇവിടെയും അതുപോലത്തെ 3d സ്ക്വയർ എന്ന് പറയുമ്പോൾ 9d സ്ക്വയർ ആണ് ഇവിടെ എഴുതേണ്ടത് 9d സ്ക്വയർ. ഇനി നോക്കാം, ഇനി സമ്മപ്പ് ചെയ്യാം. സമ്മപ്പ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇത് സമ്മപ്പ് ചെയ്യാൻ നോക്കി നോക്കാം. ഒരേപോലെ വരുന്ന വേരിയബിൾസ് എല്ലാം നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. 25 പ്ലസ് 25 പ്ലസ് 25 പ്ലസ് 25 ദറ്റ് ഈസ് 100 മൈനസ് 30 പ്ലസ് 30 മൈനസ് 30 പ്ലസ് 30d ക്യാൻസൽ ചെയ്ത് പോയി. ഇനി d സ്ക്വയർ ആണ്. ഇവിടെ 25 നമ്മളെടുത്തു, 25 25 25 25 ഇതൊക്കെ എടുത്തു പോയി. ദെൻ ഇവിടെ എടുത്തു, ഇവിടെ 9d സ്ക്വയർ പ്ലസ് 9d സ്ക്വയർ 9d സ്ക്വയർ പ്ലസ് 9d സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് 18d സ്ക്വയർ 18d സ്ക്വയർ. അപ്പോൾ 9d സ്ക്വയറും 9d സ്ക്വയറും എടുത്തു കഴിഞ്ഞു. പ്ലസ് 18 പ്ലസ് d സ്ക്വയർ പ്ലസ് d സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതും ക്യാൻസൽ ചെയ്തു. ദെൻ 18 എന്നുള്ളത് 20d സ്ക്വയർ മൈനസ് 10d പ്ലസ് 10d. ആൻസർ ഈസ് 120. അപ്പോൾ ഇവിടെ എന്താ വന്നത്? 9d സ്ക്വയർ പ്ലസ് 9d സ്ക്വയർ 18d സ്ക്വയർ പ്ലസ് d സ്ക്വയർ പ്ലസ് d സ്ക്വയർ 20d സ്ക്വയർ. 100 പ്ലസ് 20d സ്ക്വയർ ഈസ് ഈക്വൽ ടു 120. 20d സ്ക്വയർ ഈസ് ഈക്വൽ ടു 120 മൈനസ് 100. 20d സ്ക്വയർ
is equal to 120 minus then 20. D square is equal to 20 divided by 20. D square is equal to 1. D is equal to plus or minus 1. Root of 1 എന്ന് പറയുമ്പോൾ D is equal to plus or minus 1. ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കണമെന്നുള്ള സ്റ്റെപ്പിലൂടെ നമുക്കൊന്നുകൂടെ പോവാം. Then a plus b whole square, ഇവിടെ find for numbers in AP whose sum is 20 and sum of whose square is 120. 4 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താ? a minus 3d, a minus d, a plus d, a plus 3d. ഈ 4 നമ്പേഴ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ a minus 3d plus a minus d plus a plus d plus a plus 3d is equal to 20. ഡി എന്ന് പറയുന്ന മൈനസ് ദെൻ അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ ഡി എല്ലാം ക്യാൻസൽ ചെയ്തു പോയി. 4a ഈസ് ഈക്വൽ ടു 20. a ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് ആൻസർ ഈസ് 5. ദെൻ a ഈസ് ഈക്വൽ ടു 5 ആണെന്നുണ്ട് വെച്ചാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട മെത്തേഡിൽ a മൈനസ് 3d സ്ക്വയർ പ്ലസ് a മൈനസ് ഈ 4 നമ്പേഴ്സിൻ്റെയും സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ ആ സ്ക്വയറിൻ്റെ സം എന്ന് പറയുന്നത് 120 ആണ്. a minus 3d square plus a minus d whole square plus a plus d whole square plus a plus 3d whole square is equal to 120. ഇതെല്ലാം തന്നെ a minus b whole square or a plus b whole square എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. ആ ഫോർമാറ്റ് നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യണം. then a plus b whole square is equal to a square plus 2ab plus b square. a minus b whole square is equal to a square minus 2ab plus b square. Then 5 minus 3d square 25 minus 30d plus 9d square. 5 minus d whole square expand ചെയ്തപ്പോൾ 25 minus 2ab എന്ന് പറയുമ്പോൾ 10d plus d square plus 5 plus d whole square 25 plus 10d plus d square. Then plus 5 plus 3d whole square ൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ് 25 plus 30d plus 9d square. ഇതാണ് എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. ഈ എക്സ്പാൻഡഡ് ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യുന്ന നമ്പേഴ്സിനെല്ലാം ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ 25, 25, 25, 25, ദാറ്റ് ആൻസർ ഈസ് 100. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡി സ്ക്വയർ വരുന്ന ടേമുകൾ നോക്കി. ഡി സ്ക്വയറിൽ ദെൻ മൈനസ് 30 ക്യാൻസൽ ചെയ്ത് പോയി. ഡി സ്ക്വയറുകൾ 9d സ്ക്വയർ 9d സ്ക്വയർ 18d സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ദറ്റ് ഈസ് 20d സ്ക്വയർ മൈനസ് 10d പ്ലസ് 10d ക്യാൻസൽ ചെയ്തു. ദെൻ ആൻസർ ഈസ് 100 പ്ലസ് 20d സ്ക്വയർ ദറ്റ് ഈസ് 120. 20d സ്ക്വയർ ഈസ് ഈക്വൽ ടു 120 മൈനസ് 100. 20d സ്ക്വയർ ഈസ് ഈക്വൽ ടു 20. d square is equal to 20 divided by 20. Therefore d square is equal to 1. Therefore d is equal to plus or minus 1. Next step is, then ഇവിടെ ഞാൻ d യുടെ വാല്യൂ കണ്ടുപിടിച്ചു. then next a is equal to 5, a is equal to 5, d is equal to plus or minus 1, plus or minus 1. Find the values. വാല്യൂസ് എന്ന് പറയുന്നത് a is equal to first number is a plus 3d, second number is a plus d, a minus 3d, a minus d, next number is a plus d, next number is a plus 3d. ഇത്രയാണ് അതിൽ നമ്പർ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. d is equal to 1. പിന്നെ പ്ലസ് ഓർ മൈനസ് 1 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 1 ഇട്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. d is equal to 1 ആണെങ്കിൽ. then first number is a minus 3d, that is 5 minus 3 into 1. 5 minus 3 is equal to 2. First number 2. Second number a minus d, 5 minus 1, that is 4. Second number 4. ഇവിടെ a plus d എന്ന് പറയുന്നിടത്ത് a is equal to 5, 5 plus 1 is equal to 6. Next one, a plus 3 into d, 5 plus 3 into 1, that is 8. Then find the four numbers 2, 4, 6, 8.
ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ 4 നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 4, 6, 8 ഓർ D is equal to -1, ആൻസർ ഈസ് 8, 6, 4, 2. -1 ആണെങ്കിൽ ഡിക്രീസിങ് എ പിയും +1 ആണെങ്കിൽ ഇൻക്രീസിങ് എ പി ആണ് നമുക്കതിൽ ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പലപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 4 നമ്പേഴ്സ് എന്ന് പറയുന്നത് മിസ്സിംഗ് 4 നമ്പേഴ്സ്, മിസ്സിംഗ് 3 നമ്പേഴ്സ് എല്ലാം നമുക്ക് ഇത്തരത്തിൽ സോൾവ് ചെയ്യേണ്ട അറിയേണ്ട പ്രോബ്ലംസ് ആണ്. ദെൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത്? ശരിക്കും അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ആവശ്യമായിട്ടുള്ള അരിത്തമെറ്റിക് മീൻ പഠിച്ചതിന് ശേഷം മിസ്സിംഗ് നമ്പേഴ്സ് മാത്രമാണ് നമുക്കറിയാതെ വരുന്ന A+, അതായത് 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് സോൾവ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം തന്നെ ഫൈൻഡ് ദ 3 നമ്പേഴ്സ്, ഫൈൻഡ് ദ 4 നമ്പേഴ്സ്, ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് ഇന്ന് സോൾവ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മിസ്സിംഗ് 3 നമ്പേഴ്സോ മിസ്സിംഗ് 4 നമ്പേഴ്സോ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് തറോ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാനൊരു എക്സസൈസ് പ്രോബ്ലംസ് ഇതിലുണ്ട് വെച്ചാൽ അതിൽ 2 പ്രോബ്ലംസ് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. സം ഓഫ് 3 നമ്പേഴ്സ് ഇൻ എ പി പ്രോബ്ലം എഴുതിയെടുക്കാം. സം ഓഫ് 3 നമ്പേഴ്സ് ഇൻ എ പി ഈസ് 15. സം ഓഫ് 3 നമ്പേഴ്സ് ഇൻ എ പി ഈസ് 15 and the sum of the squares of its first and third term is 58. Find the number. Then next, the third term of an AP is 18 and 7th term is 13. The third term of an AP is 18 and 7th term is 13. Find the sum of 17 terms. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ, തേർഡ് വൺ, insert 10 arithmetic means. Insert 10 arithmetic means between 2 and 24. ശ്രദ്ധിക്കുക, ആ പ്രോബ്ലത്തിലെ ഇൻസെർട്ട് 10 അരിത്തമെറ്റിക് മീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ദെൻ ഫസ്റ്റ് നമ്പർ ഈസ് 2, ലാസ്റ്റ് നമ്പർ ഈസ് 24. അതിൻ്റെ ഇടയിൽ 8 മിസ്സിംഗ് നമ്പേഴ്സ് ഉണ്ട്. Then first term T1 is equal to 2, T10 is equal to 24. Then അവിടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്ന ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് അത് സോൾവ് ചെയ്യാം. ദെൻ ഈ ക്ലാസ്സിലെ ഈ 3 പ്രോബ്ലംസും നിങ്ങൾ സോൾവ് ചെയ്തിരിക്കണം. എല്ലാം തന്നിരിക്കുന്ന വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാവരും അതേ ക്ലാസ് ടൈമിൽ തന്നെ ഇതെല്ലാം നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചിരിക്കണം. പ്രോബ്ലംസ് സോൾവ് ചെയ്തിരിക്കണം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. Thank you and thank you all.